ബി.ജെ.പി. നേതാക്കളെ പി.സി. ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും പരാമർശങ്ങൾ അതിർത്തി പരസ്യമാക്കി കത്തോലിക്ക സഭാ നേതൃത്വം. ഭീഷണി വിലപ്പോവില്ലെന്നും മതനേതാക്കൾ മിണ്ടാപ്രാണികളല്ലെന്നും പാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പ്രതികരിച്ചു. അതേസമയം ബിഷപ്പുമാർക്ക് വൈകിയാണെങ്കിലും തിരിച്ചറിവുണ്ടായത് നന്നായി എന്ന് CPI മുഖപത്രം ജനയുഗം വിമർശനമുന്നയിച്ചു. തിരഞ്ഞെടുപ്പിന് പിന്നാലെ പി.സി. ജോർജും ഷോൺ ജോർജും നടത്തിയ പ്രസ്താവനകളിൽ സഭാ നേതൃത്വം വലിയ വിമർശനങ്ങൾക്ക് പോയിരുന്നില്ല. എന്നാൽ അത് പിൻവലിക്കാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് തന്നെ രംഗത്ത് വന്നത്. ആരാണെങ്കിലും മതനേതാക്കന്മാർക്ക് അവരുടെ നേരെ മാന്യമല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നതും സംസാരിക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ആരും നമ്മളെ പേടിപ്പിക്കേണ്ടതില്ല. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കണമേ എന്ന ബൈബിൾ വാക്യം സൂചിപ്പിച്ചായിരുന്നു താമരശ്ശേരി രൂപത ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലിന്റെ പ്രതികരണം. ആരെങ്കിലും ഞങ്ങൾക്കെതിരെ പറഞ്ഞാലോ മെത്രാന്മാർക്കെതിരെയോ സഭാ നേതൃത്വത്തിനെതിരെയോ പറഞ്ഞാലൊന്നും ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. ഈശോ പറഞ്ഞ വാക്ക് മാത്രമേ ഉള്ളൂ, കർത്താവെ അവരോട് എല്ലാം ക്ഷമിക്കണമേ എന്ന്. പി.സി. ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും ഭാഷ സംസ്കാരത്തിന് യോജിച്ചതല്ലെന്ന് സീറോ മലബാർ സഭ മുൻ വക്താവ് പോൾ തേലക്കാട്ട്. ഷോൺ ജോർജ് ആയാലും പി.സി. ജോർജ് ആയാലും അങ്ങനെയുള്ള ഭാഷ പറയുന്നതിൽ ഒട്ടും വൈമുഖ്യമില്ലാത്തവരാണ്. സംസ്കാരത്തിന് യോജിച്ച ഭാഷയല്ല പറയുന്നത്. അതും പക്വമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ അവർ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. സഭ പ്രതികരിച്ചു തുടങ്ങിയതോടെ പ്രശ്നം പരിഹരിക്കാൻ ഷോൺ ജോർജും പി.സി. ജോർജും ശ്രമം നടത്തുന്നുവെന്നാണ് വിവരം. വിവാദ പ്രതികരണങ്ങൾ പാടില്ലെന്ന് ബി.ജെ.പി. നേതൃത്വം നിർദ്ദേശം നൽകിയതായും സൂചനയുണ്ട്. ഇതിനിടെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ വിമർശിച്ച് CPI മുഖപത്രം ജനയുഗം രംഗത്തെത്തി. ബി.ജെ.പിക്ക് അനുകൂലമായി നിന്ന സഭാ മേലധ്യക്ഷന്മാർക്ക് ഇപ്പോഴാണ് തിരിച്ചറിവുണ്ടായതെന്നാണ് മുഖപ്രസംഗത്തിലെ വിമർശനം. ജനയുഗത്തിന്റെ വിമർശനം തെറ്റിദ്ധാരണയെ തുടർന്നാണെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പും പ്രതികരിച്ചു. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.